So, dear students, now this is a recorded session on stress and sleep. Now, what is stress? Now, stress is not something that we have not heard about. Alle? We have been hearing about stress, and we have gone through stress at one point or the other. But now it is a negative term for all of us. പക്ഷെ അങ്ങനെയാണോ? അല്ല, സ്ട്രെസ് ഇസ് നോട്ട് അറ്റ് ഓൾ. ഇറ്റ് ഇസ് അങ്ങനെ ഒരു നെഗറ്റീവ് കമ്പോണൻ്റ് അല്ല. നമുക്ക് എപ്പോഴേലും ഒരു സാധാരണ രീതിയിൽ ചലിക്കുന്നതിന് പകരം ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്കൊന്ന് കുതിച്ച് ചാടാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി തരാൻ വേണ്ടിയിട്ടുള്ളൊരു ബയോളജിക്കൽ സംഭവമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്നാലാണല്ലോ ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് കുതിച്ച് ചാടാൻ പറ്റുള്ളൂ. സോ സ്ട്രെസ് ഇസ് എനിത്തിങ് അല്ലേ. സ്ട്രെസ് ഇസ് എ ബയോളജിക്കൽ ഇൻബിൽഡ് ബയോളജിക്കൽ പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഇസ് സംതിങ് വെൻ ആൻ എൻവയോൺമെൻറ്റ് ഡിമാൻഡ് ഒരു സ്ട്രെയിൻ, അതായത് സാധാരണ ഇൻഡിവിജ്വൽ അഡാപ്റ്റീവ് കപ്പാസിറ്റിക്ക് ഒരു സ്ട്രെയിൻ കൊടുക്കുകയാണ്. ആ സ്ട്രെയിൻ കൊടുക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ് ബിഹേവിയറിലും സൈക്കോളജിക്കലും ഒക്കെ ആയിട്ട്. അങ്ങനെ ചേഞ്ച് ഉണ്ടാവണം ചില സമയത്ത് നമുക്ക്, അല്ലേ? അതാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പണ്ടത്തെ കാലത്താണെങ്കിൽ ഇപ്പം ഡ്രൈ സീസൺ വരുമ്പോൾ ദെൽ ബി എ സ്ട്രെസ് ഉണ്ടാവും, വെള്ളത്തിൻ്റെ കുറവ്. അപ്പോൾ ബോഡിക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവും, അതനുസരിച്ച് ആനിമൽ ഹാസ് ടു കോപ്പ് അപ്പ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്ട്രെസ് എപ്പോഴാണ് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറ്റി സഞ്ചരിപ്പിക്കുന്നത്? വെൻ ദ പ്രോബ്ലം ഔട്ട്വെയ്സ് ദ റിസോഴ്സസ്. നമുക്കുള്ള റിസോഴ്സസിനേക്കാളും വലിയ പ്രോബ്ലം വരുമ്പോഴാണ്, നമ്മളെ കൊണ്ട് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. ആൻഡ് എനിത്തിങ് വിച്ച് കോസസ് എ സ്ട്രെസ് ഇസ് നോൺ ആസ് എ സ്ട്രെസ്സർ. നൗ, മൂന്ന് രീതിയിൽ ദർ ആർ ത്രീ ഡിസ്റ്റിങ്ക്ട് പെർസ്പെക്റ്റീവ്സ് വിച്ച് ഡിഫൈൻ ആ സ്ട്രെസ് ലോഡ്. ഒരാളുടെ സസെപ്റ്റബിലിറ്റി ടു സ്ട്രെസ്, ചില ആൾക്കാർക്ക് ചെറിയ കാര്യം മതി സ്ട്രെസ് ആവാൻ, ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, കുറച്ചും കൂടെയൊക്കെ സ്ട്രെസ് തരണം ചെയ്യാൻ പറ്റും. ആ ഒരു സസെപ്റ്റബിലിറ്റി ടു സ്ട്രെസ് പല കാര്യങ്ങൾ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ജനറ്റിക് വൾണറബിലിറ്റി ആവാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ആവാം, അല്ലെങ്കിൽ ഏത് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റമാണ് നമുക്കുള്ളത് അതനുസരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് മൂന്ന് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഒരു എൻവയോൺമെൻറ്റ് പേഴ്സ്പെക്റ്റീവ്, ഒരു സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ആൻഡ് എ ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്. Now, what is an environment perspective? ഇവിടെ സിറ്റുവേഷൻ ഇപ്പം ഡെഡ് ലൈൻ ആണോ, അക്കാഡമിക് പ്രഷറാണോ എന്നുള്ള രീതിയിൽ. സൈക്കോളജിക്കലാണെങ്കിൽ അവിടെ വരുമ്പോൾ എന്താണ്, ഈ പ്രോബ്ലം അയാൾക്ക്, ഈ പറയുന്ന വ്യക്തിക്ക് അത് കോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ. സോ ദ സബ്ജക്റ്റീവ് വാല്യുവേഷൻ ഓഫ് എ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു കോപ്പ് വിത്ത് ദ പ്രസൻറ്റ് ഡിമാൻഡ്സ് ആൻഡ് എക്സ്പീരിയൻസസ്, അല്ലേ? അത് കോപ്പ് ചെയ്യാൻ പറ്റുമോ? ആൻഡ് വാട്ട് ഈസ് എ ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്? നൗ, certain biological system has to be activated or regulated, and അല്ലേ, the activation of specific psychological systems regulated by the demanding psychological and physical conditions. അങ്ങനെ വരുമ്പോൾ ഒരു സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഈ മൂന്ന് പെർസ്പെക്റ്റീവ്സ് ആണ് ഉള്ളത്. ആൻഡ് ക്രോണിക് സ്ട്രെസ്, അതായത് നമുക്ക് ഈ പറയുന്നത് എന്താണ്, പ്രൊലോങ്ഡ് ആയിട്ട് ഇങ്ങനെ സ്ട്രെസ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നൗ, സ്ട്രെസ് ഒരുപാട് നാൾ നമുക്ക് ഒരേ സ്ട്രെസ് അല്ലെങ്കിൽ പല രീതിയിൽ നമ്മുടെ ബോഡിക്ക് സ്ട്രെസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ പറയും ഒരു ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടി സ്ട്രെസ് ഒരു ഇൻബിൽഡ് മെക്കാനിസമാണ്. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ഓൺ ലൈക്ക് ദാറ്റ്, വാട്ട് ഹാപ്പൻസ്? സ്ട്രെസ് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ നോർമൽ ആക്ടിവിറ്റിക്ക് ഒരു ചേഞ്ച് വരികയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ ചേഞ്ച് നമുക്ക് അത്ര നല്ലതല്ല ഫോർ എ ലോങ് ഡ്യൂറേഷൻ. സോ ലോങ് ഡ്യൂറേഷനിൽ വരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ റെഡ്യൂസ് ആർ ബോഡീസ് റെസിസ്റ്റൻസ്. കാരണം സ്ട്രെസ് ഉള്ളൊരു സമയത്ത് നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റിക്കൊക്കെ കൊടുക്കുന്ന എനർജി മാറ്റി വെച്ചിട്ട് ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ റിസോഴ്സും ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ കുറേ നാൾ എല്ലാ റിസോഴ്സസും ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബാക്കി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കത്തില്ല. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി തകർന്നു പോകും, നമുക്ക് പെട്ടെന്ന് അസുഖം വരാൻ തുടങ്ങും, അങ്ങനത്തെ പല പല കാര്യങ്ങൾ വരും. സോ അതാണ് പ്രൊലോങ്ഡ് ആയിട്ട് കുറേ നാളത്തേക്ക് ക്രോണിക് സ്ട്രെസ് വരുമ്പോഴത്തേക്കും ഇറ്റ് കോസസ് സെവറൽ ഫിസിക്കൽ സിംറ്റംസ് ലൈക്ക് മസിലിന് ടെൻഷൻ, ക്ഷീണം, ഫെട്ടിക്, തലവേദന, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. സോ അതിനുള്ള കാരണം എന്താണ്? ഈ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനുള്ള കാരണം വെച്ചാൽ പല ഹോർമോണൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. പല ഹോർമോൺ, അതായത് കോർട്ടിസോൾ പോലത്തുള്ള സ്ട്രെസ്സിൻ്റെ സമയത്ത് നമുക്ക് ബോഡിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി, സ്ട്രെസ്സിൻ്റെ സമയത്ത് നമ്മുടെ ബോഡിക്ക് ഹൈ എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് വരുമ്പോഴത്തേക്കും അത് കുറേ നാളത്തേക്ക്, അത് നിപ്പിന് നമുക്ക് ഓടണം. അതായത് ഒരു പാവം മാൻ്റെ പുറകെ ഒരു പുലി വരിക എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. അപ്പം മാൻ ആ സ്ട്രെസ്സ് വരുമ്പോഴാണ് പെട്ടെന്ന് കുറേ ബ്ലഡിലോട്ട് കുറേ ഷുഗറും എനർജിയൊക്കെ വന്നിട്ട് മാനിന് സ്പീഡിൽ ഓടാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു സ്ട്രെസ്, ഇപ്പം നമുക്കിപ്പോൾ സ്ട്രെസ്സ് വരുമ്പോഴും നമുക്ക് അതേ കാര്യമാണ് വരുന്നത്, അല്ലേ? യു ഗെറ്റ് ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ ടു യുവർ ബ്ലഡ്,
ആൻഡ് അങ്ങനെ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് വെയിറ്റ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അല്ലേ. കാരണം നമുക്ക് കുറേ നാൾ ഇങ്ങനെ തന്നെ സ്ട്രെസ് നടന്നുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അതുപോലെ കാർഡിയോവാസ്കുലർ റിസ്ക് ഉണ്ടാവും. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാൻ കാര്യമുണ്ട്, ഷുഗർ കാണാൻ സാധ്യതയുണ്ട്, ഹാർട്ട് ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇമോഷണലി ആണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിട്ട് നമുക്ക് ചെറിയ ചെറിയ മൈനർ ആക്സിഡൻറ്റ്സ് ആകാൻ സാധ്യതയുണ്ട്, ഡിപ്രഷൻ ആകാൻ സാധ്യതയുണ്ട്, ആങ്സൈറ്റി വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് ബയോളജിക്കലി ഒരു ദിവസത്തേക്കോ ഒരു സമയത്തേക്കോ ഉള്ള സ്ട്രെസ്സല്ല നമുക്കിപ്പോൾ ഉള്ള സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണമെങ്കിൽ കുറേ ആക്റ്റീവ് ടൂൾസ് ഉപയോഗിക്കണം. വേർ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് വിഷ്വലൈസേഷൻ ആകാം. അതായത് ഒരു സ്ട്രെസ്സ് വരുമ്പോൾ, അപ്പോൾ പരീക്ഷയാണ് സ്ട്രെസ് എങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചാൽ അതിനുശേഷം ഉണ്ടാകുന്ന പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ക്ലിയറായിട്ട് പുവറായിട്ട് ടാസ്ക് ഓർഗനൈസ് ചെയ്ത് മാനേജ് ചെയ്യുക. എക്സസൈസ് ചെയ്തതിൻ്റെ ഇടയിൽ, കാരണം എക്സസൈസ് വരുമ്പോൾ എൻഡോർഫിൻസ് എന്ന നല്ല ഹോർമോൺസ് ഉണ്ടാവും. അത് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ആക്കും, നമ്മുടെ ഡിസീസ് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി കൂട്ടും. അത് ചെയ്യാം. മ്യൂസിക്, പാട്ട് കേൾക്കുക, സന്തോഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്ട്രെസ്സിനെ ഒന്ന് കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഹാർട്ട്വേർഡ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹെർബർട്ട് ബെൻസൺ ഒരു റിലാക്സേഷൻ റെസ്പോൺസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഫൈറ്റ് ഓർ ഫൈറ്റ് റിയാക്ഷൻ ആണല്ലോ സ്ട്രെസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബോഡിക്ക് റിലാക്സേഷൻ റെസ്പോൺസായിട്ട് വരേണ്ടത്. അതായത് സ്ട്രെസ് ഉള്ളപ്പോൾ ഹാർട്ട് റേറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, മസിൽ നല്ല സ്ട്രെങ്തൻ ചെയ്യുന്നു, ഹൈ കോർട്ടിസോൾ ഉണ്ടാകുന്നു, ഹൈ ബ്ലഡ് ഷുഗർ ആണ് വരുന്നെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കിൽ നേരെ തിരിച്ച് ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ചെയ്യണം, മസിൽസ് റിലാക്സ്ഡ് ആകണം, ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ഉണ്ടാകണം ബ്രെയിനിലോട്ട്. അതൊക്കെയാണ് നടക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾ കിറ്റ് ഉണ്ട്. ആദ്യത്തെ കാര്യമാണ് ബ്രീത്ത് ഫോക്കസ്. ഒരു ഭയങ്കര പവർഫുൾ ടെക്നിക്കാണ് ഇത്. ഇവിടെ വി ഹാവ് ടു ലോങ് സ്ലോ ഡീപ്പ് ബ്രെത്ത് എടുക്കണം ഫ്രം ദ അബ്ഡമൻ, ജസ്റ്റ് എന്നല്ല അബ്ഡമൻ എന്ന്. ഇങ്ങനത്തെ ബ്രീത്ത് വരുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ്, ആസ് ബ്രീതിങ് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും മൈൻഡ് പതുക്കെ ഡിസ്ട്രാക്റ്റിംഗ് തോട്ട്സ് എന്ന് മാറി വരും. അതുപോലെ തന്നെ ഇങ്ങനെ ബ്രീത്ത് വരുമ്പോഴത്തേക്കും മസിൽസ് പ്രോഗ്രസീവായിട്ട് റിലാക്സ് ചെയ്യുകയും ഓരോ ബ്രീത്ത് കഴിയുമ്പോഴത്തേക്കും മസിൽസ് പ്രോഗ്രസീവായിട്ട് റിലാക്സ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നടക്കണം അല്ലേ. ആ ഒരു മെഡിറ്റേഷൻ ആയിരിക്കാം ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ. എവിടെയെങ്കിലും നമ്മൾ സമാധാനമായിട്ട് പോയി ഇരുന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്തിട്ട് മൈൻഡ് മൊത്തം ആ പ്രസൻറ്റ് സിറ്റുവേഷനിലോട്ട് ബ്രീതിങ്ങിലോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗൈഡഡ് ഇമാജിനറി, നമുക്ക് ഏതെങ്കിലും നല്ലൊരു സ്ഥലത്താണ് നമ്മൾ സൂതിങ് പ്ലേസ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്താണ് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് നമ്മൾ ആ ഒരു മനസ്സിൻ്റെ അവിടുത്തെ ഒരു പോസിറ്റീവ് വിഷൻ അതിനെ ഇംബൈബ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രെയർ ഓർ റിപ്പീറ്റഡ് പ്രെയർ ഓർ മന്ത്ര, ഒരു ഷോർട്ട് ഫ്രേസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്ട്രെസ്സിൽ നിന്നും നമ്മുടെ മനസ്സ് ഏതാണോ സ്ട്രെസ്സർ അവിടെ നിന്ന് മാറി നമ്മുടെ മനസ്സിന് കുറച്ചുകൂടി റിലാക്സ് ചെയ്യാൻ പറ്റും. ഈ ഏതെങ്കിലും ടെക്നിക്ക് 20 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യുന്നത് നമുക്ക് ഒരു കോഗ്നിറ്റീവായിട്ടൊരു ഫോക്കസ് കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ വാട്ട് ഇസ് സ്ലീപ്പ്? സ്ലീപ്പ് ഇസ് നോട്ട് ഒരു സ്വിച്ച് ഓഫ് അല്ല. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒരു ആക്ഷനും നടക്കില്ല അല്ലേ. പക്ഷേ സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വിച്ചിങ് ഓഫ് അല്ല. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി എ മെയിൻ്റെനൻസ് പീരീഡ്. അപ്പോഴാണ് ആ ദിവസത്തിലെ മൊത്തം കാര്യങ്ങൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്, മൊത്തമായിട്ട് അന്നത്തെ ദിവസം കുറേ അലങ്കോല പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ട് ബോഡി സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം അടുക്കി ഒതുക്കി വെച്ച് അടുത്ത ദിവസത്തേക്ക് സെറ്റ് ആവാനായിട്ട് റീസെറ്റ് ആവാനുള്ള നമ്മുടെ ബോഡിയുടെ സമയത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ലീപ്പ് എന്ന് വിളിക്കുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് ആൻഡ് ഹൈലി ആക്റ്റീവ് ബയോളജിക്കൽ പ്രോസസ്സാണ് ദർ. നന്നായിട്ട് ബയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട് വിച്ച് കൺസ്യൂംസ് മൊത്തത്തിൽ 1/3 ഓഫ് അവർ എക്സിസ്റ്റൻസ്. ആൻഡ് ഇവിടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് 10% എത്തുമെങ്കിലും ഓക്കെ ബ്രെയിൻ എന്ത് ചെയ്യാണ്, ആക്റ്റീവ്ലി ക്ലിയർ ഔട്ട് ചെയ്യണം, നാച്ചുറൽ ടോക്സിൻസിനെ ക്ലിയർ ഔട്ട് ചെയ്യാണ്, ഹോർമോൺ റെഗുലേഷൻ നടക്കുകയാണ്, മെമ്മറിയുടെ കൺസോൾട്ടേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യമാണ് സ്ലീപ്പിൽ നടക്കുന്നത്. സോ സ്ലീപ്പ് എന്ന് പറയുന്ന മെയിൻ്റെനൻസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മെയിൻ്റെനൻസ് പ്രോപ്പർലി നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും നടക്കേണ്ട മെയിൻ്റെനൻസ് നടക്കുന്നില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്ലീപ്പിൻ്റെ പാറ്റേൺസ് നമുക്ക് നോക്കാം. സ്ലീപ്പിൻ്റെ ഒരു ആർക്കിടെക്ചർ. സോ സ്ലീപ്പിൽ നമുക്ക്
നോൺ റാൻഡം ഐ മൂവ്മെൻറ്റ് ഫേസും റാൻഡം ഐ മൂവ്മെൻറ്റ് ഫേസും ഉണ്ട്. അപ്പോൾ നോൺ റാൻഡം ഐ മൂവ്മെൻറ്റ് ഫേസിനെയാണ് നോൺ REM എന്ന് വിളിക്കുന്നത്. അത് കണ്ണുകളിങ്ങനെ അനങ്ങാതെ, കണ്ണുകൾ ചില ഉറക്കത്തിലിങ്ങനെ കണ്ണുകളിങ്ങനെ ഭയങ്കരമായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അങ്ങനെ അനങ്ങാതിരിക്കുന്ന ഒരു ഫേസ്, അനങ്ങാതെ സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു ഫേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ റാൻഡം ഐ മൂവ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഈ നോൺ റാൻഡം ഐ മൂവ്മെൻറ്റ് ഫേസ് നമുക്ക് 3 തരം ഉറക്കമുണ്ട്. നമ്മൾ ഉറങ്ങി തുടങ്ങുമ്പോൾ ഒരു ലൈറ്റ് സ്ലീപ്പുണ്ട്, ഒരു ഡീപ്പർ സ്ലീപ്പുണ്ട്, ഒരു ഡീപ്പ് സ്ലീപ്പുണ്ട്. എന്താണ് ലൈറ്റ് സ്ലീപ്പ്? ആദ്യത്തെ ഉറക്കം, നമ്മൾ ആ ട്രാൻസിഷനെ ഉണർന്നിരുന്നിട്ട് ഉറക്കത്തിലോട്ട് വീഴുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈറ്റ് സ്ലീപ്പ് എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഇവിടെ റെസ്പിറേഷനും ഹാർട്ട് ബീറ്റൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നു. നമ്മൾ അവരെ നമ്മുടെ എടുത്ത് നമ്മുടെ എന്താ പറയുക, EEG എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ നമുക്ക് ഏതൊക്കെ വേവ്സ് കാണാൻ പറ്റും? ആൽഫ വേവ്സും കാണാൻ പറ്റും, തീറ്റ വേവ്സും കാണാൻ പറ്റും. അടുത്തത് രണ്ടാമത്തെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഓഫ് ഡീപ്പ് റിലാക്സേഷനാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്, ഡീപ്പർ സ്ലീപ്പാണ്. ഇവിടെ യു ക്യാൻ സീ ദ തീറ്റ വേവ്സിൻ്റെ ഇടയിൽ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള യു ക്യാൻ സീ ദാറ്റ് റാപ്പിഡ് ബേസ്റ്റ് ഓഫ് ഹൈ ഫ്രീക്വൻസി ഉണ്ടാവും. അതെന്ന് പറയുന്നത് ബ്രെയിൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ബ്രെയിൻ മെമ്മറിക്കും ലേണിങ്ങിനും വേണ്ടി എടുക്കുന്ന ആ ഒരു സംഭവമായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അടുത്ത ആ ഒരു ആക്ടിവിറ്റിയാണ് നമുക്കിങ്ങനെ തീറ്റ വേവ്സിൻ്റെ ഇടയിൽ റാപ്പിഡ് സ്പെയറായിട്ട് കാണാൻ പറ്റുന്നത്. അടുത്ത സ്റ്റേജ് 3 and 4 എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പാണ്. ഇവിടെ സ്ലോ വേവാണ്. ഇവിടെ വോട്ട് യു സീസ് ദ ഡെൽറ്റ വേവ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹാർട്ട് റേറ്റും റെസ്പിറേഷൻ നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യും. ആൻഡ് ഇങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പിൽ ഒരാൾ ഉറങ്ങുമ്പോൾ നമുക്ക് അയാളെ എണീപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അടുത്തതാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ഫേസ്. ഇറ്റ് ഇസ് എ ഫൈനൽ സ്റ്റേജ് ഓഫ് സ്ലീപ്പിംഗ് ആണ്. ഇവിടെയാണ് ഡ്രീമിങ് ആൻഡ് ബ്രെയിൻ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് നടക്കുന്നത്. ഇവിടെ ഹൈ ബ്രെയിൻ ആക്ടിവിറ്റിയാണ്. കാരണം നമ്മൾ ഭയങ്കര ഡ്രീം ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ വേവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വേക്ക്ഫുൾ. നമ്മൾ എണീറ്റിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് പാരഡോക്സിയൽ സ്ലീപ്പ് എന്ന് പറയും. ഇവിടെ മസിൽസിന് അനക്കമൊന്നുമില്ല, റെസ്പിറേഷൻ സർക്കുലേഷൻ നടക്കുന്നതല്ലാതെ വേറെ വോളണ്ടറി മസിൽ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഹൈ ന്യൂറോളജിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ സ്ലീപ്പിൻ്റെ ഫേസസ് മനസ്സിലായല്ലോ. നോൺ NREM ഫേസ് ആൻഡ് REM ഫേസ്. NREM ഫേസിൽ തന്നെ 3 സ്ലീപ്പുണ്ട്. ആദ്യത്തെ ലൈറ്റ് സ്ലീപ്പ്, പിന്നെ ഡീപ്പർ ആൻഡ് ഡീപ്പ് സ്ലീപ്പ്, പിന്നെ ഇത്. അപ്പോൾ നമുക്കിവിടെ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം, സ്ലീപ്പ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫേസ്. ഇറ്റ് ഇസ് എ ഫേസ് ഓഫ് ആക്റ്റീവ് ബയോളജിക്കൽ മെയിൻ്റെനൻസ് അല്ലേ. സോ നൗ ഈ സ്ലീപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് സ്ലീപ്പ് ഉണ്ടെങ്കിലാണ് നമുക്കതിന് നമ്മുടെ ബാക്കിയുള്ള ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫണ്ടമെൻ്റൽ ബയോളജിക്കൽ റിക്വയർമെൻ്റ് ആണ്. നൗ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ഡീപ്പ് സ്ലീപ്പ് വാട്ട് ഹാപ്പൻസ്? പ്രോസസ്സ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യും, ലോങ് ടേം മെമ്മറി ഉണ്ടാക്കുകയൊക്കെ ബ്രെയിൻ ചെയ്യുന്നു. അറ്റൻഷനും, അതായത് നമ്മൾ നല്ല സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ അറ്റൻഷനും ലേണിംഗ് ടൈമും ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയൊക്കെ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ബിയോണ്ട് ദാറ്റ് സ്ലീപ്പിന് വേറൊരു ഇമ്പോർട്ടൻസും ഉണ്ട് അല്ലേ. സ്ലീപ്പ് ഒരു എമോഷണൽ റെഗുലേഷൻ നമുക്ക് തരുന്നുണ്ട്, സ്ട്രെസ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹോർമോണൽ ബാലൻസിന് സ്ലീപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ. അതായത് നമ്മുടെ ആങ്കറിനെയും അതായത് പുവേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഉറക്കം കുറയുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിൽ എന്താണ്, യു ഹാവ് ഹൈ ഇറിറ്റബിലിറ്റി, ഹൈ ആങ്കർ, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നല്ല സ്ലീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സൊക്കെ കുറവായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സ്ലീപ്പ് നാച്ചുറൽ റെഡ്യൂസസ് ദി സ്ട്രെസ് ഹോർമോൺസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ബോഡിയിൽ നന്നായിട്ട് ബോഡിക്ക് ഡെയിലി പ്രഷേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല നല്ല സ്ലീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സെറട്ടോണിനും ഡോപ്പമിനും ഒക്കെ കൂടുതൽ കിട്ടുക, മെലാറ്റോണിൻ കൂടുതൽ കിട്ടുകയും ചെയ്യുമ്പോൾ വി ആർ മോർ ഹാപ്പി ആൻഡ് കൺട്രോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്കറിയാം ഇതൊക്കെ സ്ലീപ്പ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണല്ലേ. സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു, ഹോർമോൺ ബാലൻസ്ഡ് ആകുന്നു, റെസ്റ്റ് കിട്ടുന്നു നമ്മുടെ ബോഡിക്ക്. അതുകൂടാതെ ഇങ്ങനത്തെ എല്ലാ കാര്യം നടക്കുമ്പോൾ ഇഫ് ദ സ്ലീപ്പ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ എ പ്രോപ്പർ വേ, വാട്ട് വിൽ ഹാപ്പൻ? എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് വിൽ ഹാപ്പൻ അല്ലേ. അതായത് അക്യൂട്ടായിട്ട് നമുക്ക് പെട്ടെന്നൊരു ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് ദേഷ്യവും ഇറിറ്റബിലിറ്റിയും ഒക്കെ വരുമെങ്കിൽ ഒരു 24 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോർഡിനേഷൻ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല, ഒരു ഹാലൂസിനേഷൻ ഫീലായിരിക്കും. അതെല്ലാം എപ്പോഴും, അതായത് ഇപ്പോൾ നമുക്കറിയാം നല്ല പരീക്ഷയുടെയൊക്കെ സമയമാണെങ്കിൽ എപ്പോഴും നമുക്ക് 7-8 മണിക്കൂറൊന്നും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ 5 മണിക്കൂറൊക്കെ ആയിട്ട് ഉറക്കം പോകുമ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ്, മെയിൻലി സ്റ്റുഡൻസ് ആൻഡ് അക്കാഡമിക് എൻവയോൺമെൻറ്റിലുള്ള ആൾക്കാർക്ക് ഉറക്കം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഗ്രാജുവലി നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരുപാട് റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പ് ഡെപ്രിവേഷൻ നമുക്ക് ഇപ്പം അങ്ങനെ വരുമ്പോൾ സ്ലീപ്പ് ഡെപ്രിവേഷന് പല കാരണങ്ങളുണ്ടാവും അല്ലേ. ലൈഫ് സ്റ്റൈൽ കാരണങ്ങളുണ്ടാവും. അപ്പം അതായത് നമുക്ക് ഉറക്കമില്ലായ്മ,
എനിക്ക് പല പല കാരണങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ലാസ്റ്റ് പാർഷ്യൽ സ്ലീപ്പ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഉറക്കം നമ്മുടെ ശരീരത്തിന് നമ്മൾ ഉറക്കം കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അതൊരു ശരീരത്തിന് കൊടുക്കുന്ന കടം തന്നെയാണ്. നമുക്കൊരിക്കലും ശരിയാക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ പല കാറിന് കഴിഞ്ഞ വർഷം ചെയ്തില്ല ഒരു മെയിൻ്റെനൻസ്, അത് ഈ വർഷം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? 2 സർവീസ് കാറിൻ്റെ മുടക്കി അല്ലെങ്കിൽ വണ്ടിയുടെ മുടക്കി, പിന്നെ ഒരു സർവീസ് ചെയ്താൽ ആ 2 സർവീസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ബോഡിയിൽ സ്ലീപ്പ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സ്ലീപ്പ് ഡെപ്രിവേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ രീതിയിൽ വരാം? ലൈഫ് സ്റ്റൈൽ റീസൺ ആകും. കാരണം റെഗുലറായിട്ട് സ്ക്രീൻ ടൈം, ഇലക്ട്രോണിക് ഡിവൈസ് കൂടുതൽ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഉപയോഗിക്കുക, ഇറഗുലർ സ്ലീപ്പ് പാറ്റേൺ, എപ്പോൾ എങ്ങനെ ഉറങ്ങുന്നൊന്നുമില്ല, തോന്നുമ്പോൾ ഉറങ്ങുക, ലേറ്റ് നൈറ്റ് സ്റ്റഡിങ് ആൻഡ് വർക്കിംഗ് ഒരു പ്രശ്നമാണ്. അല്ലാതെ സൈക്കോളജിക്കൽ മാനസികമായിട്ട് ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടാവില്ല, കറക്റ്റ് സമയത്ത് കിടന്നാലും നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണെങ്കിലോ, മാനസികമായിട്ട് സ്ട്രെസ്സാണെങ്കിലോ, ആങ്സൈറ്റി ആണെങ്കിലോ, ഭയങ്കരമായിട്ട് ടെൻഷനുള്ള ആളാണെങ്കിലോ ഉറക്കത്തെ ബാധിക്കും അല്ലേ. അതുപോലുള്ള എൻവയോൺമെൻറ്റ് ഡിസ്റ്റർബൻസ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ്, ഭയങ്കര ലൈറ്റാണ് അല്ലെങ്കിൽ വെടിക്കെട്ടാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീപ്പിംഗ് ഏരിയ അല്ല, എക്സ്ട്രീം ടെമ്പറേച്ചർ ആണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് സബ്സ്റ്റൻസ്, കഫീൻ, നന്നായിട്ട് കുറേ കാപ്പി കുടിച്ചു അല്ലെങ്കിൽ ആൽക്കഹോൾ, ഇതൊക്കെ നമ്മുടെ സ്ലീപ്പിനെ നന്നായിട്ട് ബാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് സ്ലീപ്പ് കിട്ടാതെ വരികയാണ്, നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇറ്റ് വിൽ എഫക്റ്റ് ആ നെർവസ് സിസ്റ്റം, പല സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. നെർവസ് സിസ്റ്റത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറ്റൻഷൻ ഉണ്ടാവില്ല, മെമ്മറി, ഓർമ്മക്കുറവ് ഫീൽ ചെയ്യും, ലേണിംഗ് എബിലിറ്റി കുറവായിട്ട് തോന്നും, റിയാക്ഷൻ ടൈം സ്ലോ ആയിരിക്കും. ഇതൊന്നും അല്ലാതെ ഏറ്റവും വലിയ പ്രശ്നം പെട്ടെന്ന് നിപ്പിന് ഉറങ്ങിപ്പോകാന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അല്ലാതെ ഹൃദയ സംബന്ധമായിട്ട് കാർഡിയോവാസ്കുലർ സിസ്റ്റം രീതിയിൽ നോക്കുവാണെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്, ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, ഹൈ കോർട്ടിസോൾ ലെവൽ, അങ്ങനെ ഹാർട്ട് ഡിസീസസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാകാൻ തുടങ്ങും, നമുക്ക് പെട്ടെന്ന് അസുഖം വരാൻ തുടങ്ങും. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ സൈറ്റോകൈൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല, പിന്നെ സ്ലോവർ മെറ്റബോളിസം ആയിരിക്കും, പക്ഷെ എന്നാൽ ഭയങ്കര വിശപ്പായിരിക്കും, ക്രേവിങ്സ് ആയിരിക്കും. ഈ ഗേർലിനൊക്കെ കൂടുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് വണ്ണം വയ്ക്കാനും അല്ലെങ്കിൽ ഒബിസിറ്റി ഉണ്ടാവാനും ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് മസിൽ റിക്കവറി ഭയങ്കര സ്ലോ ആയിരിക്കും, ബോൺ ഡെൻസിറ്റി കുറയും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ലീപ്പ് ഹൈജീൻ, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഹൈജീൻ നമുക്ക് വേണം. സോ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രിക്റ്റ് പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്, അത്യാവശ്യമാണത്. കാരണം നമുക്കറിയാം അത് നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മെയിൻ്റനൻസ് ആണ്. അതിന് നമ്മളൊരു സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ടാവണം. സോ സ്ലീപ്പ് ഹൈജീൻ ഇസ് നോട്ട് merely a set of suggestions. It is a strict framework of practices, behaviors and environmental factors which is required to allow the body experience a physical maintenance, immune system boost and cognitive renewal. അപ്പം ഈ സ്ലീപ്പ് ഹൈജീൻ ഹാബിറ്റ്സ് നിന്ന് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിനൊക്കെ അനുസരിച്ച് ഇരിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചില ഓരോരുത്തർക്ക്, ഇപ്പോൾ ഒരാൾക്ക് 10 മണിക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ 12 മണിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരിക്കുള്ളൂ. പക്ഷേ അവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഒരു മെയിൻറ്റെയിൻ ഫിക്സ്ഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. കുറങ്ങുന്നതിന് മുന്നേ ഒരു എൻവയോൺമെൻറ്റ് കണ്ടുള്ളൂ, അതായത് ഇച്ചിരി സൈലൻ്റ് ആയിട്ട്, കൂളായിട്ട്, പെർഫെക്റ്റ് ഡാർക്ക് റൂം എടുക്കുക. സ്ക്രീൻ ടൈമിനെ തുറന്ന് തൊട്ട് മുന്നേ ആയിട്ട് സ്റ്റിമുലൻസ് കുറയ്ക്കുക, അതായത് സ്ക്രീൻ ടൈം കുറയ്ക്കുക, കുറച്ച് കാപ്പി കുടിക്കൽ വൈകുന്നേരം കുറയ്ക്കുക, ഹെവി മീൽസ് കഴിക്കാതിരിക്കുക, എക്സസൈസ്, ഹെവി ആയിട്ടുള്ള എക്സസൈസ് ലേറ്റ് നൈറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാതിരിക്കുക, ഡേ ടൈമിൽ നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് തന്നെ ഈ സ്ലീപ്പിനോട്ട് പോകാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഡെയിലി ആക്ടിവിറ്റിയിൽ നിന്നും ഉറക്കത്തിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു ഒരു എന്താ പറയുക ട്രാൻസിഷൻ വേണം അല്ലേ. അങ്ങനെ നല്ലൊരു സ്ലീപ്പ് കിട്ടാൻ എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ നമുക്കൊരു റിലാക്സേഷൻ റെസ്പോൺസ് നമുക്ക് കൊടുക്കണം. അതായത് കിടന്നിട്ടൊന്ന് നന്നായിട്ട് കുളിച്ച് നല്ല കട്ടിലൊക്കെ വന്ന് കിടന്നിട്ട് നന്നായിട്ട് ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് ബോഡീനെ നമ്മൾ അറിഞ്ഞ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ലൈറ്റ് സ്ട്രെച്ചിങ് ഇസ് വെരി ഗുഡ് ഫോർ സ്ലീപ്പ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുക. സോ നമുക്കിവിടെ അറിയാം, നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ് മാനേജ്മെൻറ്റും സ്ലീപ്പും ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഒരുമിച്ച് ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരു ഇക്വിലിബ്രിയം നമുക്ക് വേണം, ഇതെല്ലാം നമുക്ക് വേണം. അപ്പോൾ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഭയങ്കരമായിട്ടുള്ള ഹൈ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് അച്ചീവ്ഡ് ബൈ എൻഡ്യൂറിങ് ക്രോണിക് സ്ട്രെസ്. എപ്പോഴെങ്കിലും സ്ട്രെസ്സ് കിട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഹൈ പെർഫോമൻസ് വരില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ നമുക്ക് പിന്നെ നല്ല വെയിറ്റ് എടുക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ അല്ല സ്ട്രെസ്സ്. സ്ട്രെസ്സ് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് പറ്റില്ല, പിന്നെയും സ്ട്രെസ് അനുഭവിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. സോ ഇറ്റ് ഈസ് നൗ, അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം നൗ ഹൈ പെർഫോമൻസ് എന്നാണ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ ബയോളജിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ബൈ ആക്റ്റീവ്ലി മാനേജിങ് ഡേ ടൈം സ്ട്രെസ് ത്രൂ റിലാക്സേഷൻ ടെക്നിക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ബോഡിക്ക്
റെസ്റ്റും ആവശ്യമുള്ള റീജുവനേഷന് വേണ്ടി സമയം കൊടുക്കാൻ പറ്റുള്ളൂ. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആക്റ്റീവ് സ്ട്രെസ് മാനേജ്മെൻറ്റ് നീഡ്സ് സ്ലീപ്പ് ഉണ്ടെങ്കിലേ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് ബിക്കംസ് ഇൻ ആൻ ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഇത്രയാണ് സ്ട്രെസ്സിനെ കുറിച്ചും സ്ലീപ്പിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.